പാതിവില തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സമാന്തര പ്രവർത്തനം നടത്തിയാൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് ന്യൂസ് 18 ലഭിച്ചത്. അതേസമയം അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെ കബളിപ്പിക്കപ്പെട്ട വിവരം നേരിൽ കണ്ടു പറയാൻ ശ്രമിച്ച കോൺഫെഡറേഷൻ അംഗങ്ങളെ കാണാൻ പോലും ആനന്ദകുമാർ തയ്യാറായില്ലെന്നും അംഗങ്ങൾ പറയുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ NGO കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ പങ്കുവച്ച ശബ്ദ സന്ദേശമാണിത്. പാതിവില തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിവില്ലെന്നും താനും കബളിപ്പിക്കപ്പെട്ടെന്നും പറഞ്ഞ് പ്രതിരോധം തീർത്തിരുന്ന അനന്തകുമാറിനെ വെട്ടിലാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാതിവിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 960 പേരിൽ നിന്നാണ് പണം കൈപ്പറ്റിയത്. ആദ്യം പണം നൽകിയ ഏതാനും ഗുണഭോക്താക്കൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും കാർഷിക ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ട് വിശ്വാസം നേടിയെടുത്തു. ഇത് മറയാക്കി കൂടുതൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നു. 157 ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണസമാഹരണം നടത്തി 91 ആളുകൾക്ക് കിട്ടി. ആ 32 പേർക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തിൽ വലിയൊരു ഫംഗ്ഷനിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ആളുകൾക്ക് താക്കോൽ കൈമാറി. അടുത്ത ഘട്ടമായിട്ടാണ് വീണ്ടും കളക്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ 125 ആളുകൾക്ക് ഞാൻ കളക്ട് ചെയ്ത് അയച്ചു. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 6 കോടിയിലധികം രൂപയാണ് തിരുവനന്തപുരത്തുള്ള സന്നദ്ധ സംഘടനകൾ പിരിച്ചു നൽകിയത്. തലസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി തട്ടിപ്പിനിരയായവരുടെ പരാതികളും ഏറുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.